ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത് ക്രീപ് ഷോ എന്ന് പറയുന്ന ഒരു വെബ് സീരീസിലെ ദ മാൻ ഇൻ ദ സ്യൂട്ട് കേസ് എന്ന് പറയുന്ന എപ്പിസോഡാണ്. ഇതിലെ നായകൻ എയർപോർട്ടിൽ വെച്ച് അവന്റെ ലഗേജ് എടുക്കുമ്പോൾ ബൈ മിസ്റ്റേക്ക് അവന്റെ സ്യൂട്ട് കേസ് മാറിയെടുക്കുവാണ്. അത് വീട്ടിൽ കൊണ്ട് തുറന്നു നോക്കിയതിനു ശേഷമാണ് അവൻ മനസ്സിലാക്കുന്നത് അത് അവന്റെ സ്യൂട്ട് കേസ് അല്ല എന്ന്. ഇതേ സമയം അവന്റെ സ്യൂട്ട് കേസിനകത്ത് ഒരു വ്യക്തിനെ ഒടിച്ചു മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നായകൻ സ്യൂട്ട് കേസ് തുറന്നപ്പോൾ അയാൾ എന്നെ രക്ഷിക്കാൻ പറഞ്ഞ് നായകനോട് റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പൊ നായകൻ അയാളെ സേവ് ചെയ്യുവോ? അതിനുശേഷം നായകൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ? ആ സ്യൂട്ട് കേസിനകത്തുണ്ടായിരുന്ന ആരായിരുന്നു? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു ത്രില്ലിംഗ് എപ്പിസോഡാണിത്. അപ്പൊ ഇനി അധികം സമയം കളയുന്നില്ല, നമുക്ക് നേരെ സ്റ്റോറി നോക്കാം. മൂവിയുടെ സ്റ്റാർട്ടിംഗിൽ ജസ്റ്റിൻ എന്ന് പറയുന്ന നമ്മുടെ നായകനെ കാണിക്കുന്നു. അവനിപ്പോ ഒരു യാത്ര കഴിഞ്ഞ് എയർപോർട്ടിൽ നിൽക്കുവാണ്. അവനിപ്പോ അവിടെ അവന്റെ പെട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഈ സമയം നായകൻ അവന്റെ ഫോൺ എടുത്ത് കാമുകിന്റെ മെസ്സേജ് നോക്കുന്നു. നമ്മൾ തമ്മിൽ ഒത്തുപോകാത്തതുകൊണ്ട് നമുക്കിനി ബ്രേക്കപ്പ് ചെയ്യാന്നുള്ള ഒരു മെസ്സേജ് ആയിരുന്നു കാമുകി അവസാനമായിട്ട് അവൻ അയച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പൊ അത് നോക്കി നായകനാകെ ഫീൽ ആവുന്നു. നായകനിപ്പോ ഫിനാൻഷ്യലായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. പൈസ ഇല്ലാത്ത കാമുകനെ കാമുകി വേണ്ടാന്ന് വെച്ചതാണ്. അങ്ങനെ ഇപ്പൊ ആ കാര്യങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ട് നായകനാകെ സങ്കടപ്പെട്ട് നിൽക്കുവാണ്. ഇതേ സമയം നായകന്റെ കൂടെ വന്ന ബാക്കി എല്ലാ പാസഞ്ചേഴ്സിനും അവരുടെ ലഗേജുകളെല്ലാം കിട്ടി. എന്നാൽ നായകന്റെ സ്യൂട്ട് കേസ് മാത്രം എത്തിയിട്ടില്ല. അങ്ങനെ ഇത് എവിടെ പോയി നായകൻ അങ്ങനെ ആലോചിക്കുവാണ്. അങ്ങനെ കുറച്ചേരം കഴിയുമ്പോഴേക്കും അവിടേക്ക് നായകന്റെ സ്യൂട്ട് കേസ് വരുന്നു. ഓ ഭാഗ്യം, ഇപ്പോഴെങ്കിലും വന്നല്ലോ എന്നും പറഞ്ഞ് നായകൻ പെട്ടെന്ന് ആ സ്യൂട്ട് കേസ് എടുത്ത് അവിടുന്ന് അങ്ങനെ പോവുകയും ചെയ്യുവാണ്. കുറച്ചേരം കഴിയുമ്പോൾ നമ്മുടെ നായകന്റെ യഥാർത്ഥ സ്യൂട്ട് കേസ് അവിടേക്ക് അങ്ങനെ വരുന്നതായിട്ട് കാണിക്കുന്നു. ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പൊ നായകൻ കൊണ്ടുപോയ സ്യൂട്ട് കേസ് അവന്റേതല്ല, മറ്റാരുടേതോ ആണെന്ന്. അടുത്ത സീനില് അവിടുന്ന് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നായകനെ കാണിക്കുന്നു. നായകൻ ഇപ്പൊ ഡ്രൈവ് ചെയ്തുകൊണ്ട് ഒരു സിഗരറ്റ് എല്ലാം വലിക്കുവാണ്. അങ്ങനെ ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഫോൺ നോക്കുന്ന സമയം സിഗരറ്റ് കൊണ്ട് നായകന്റെ കൈ പൊള്ളുന്നു. അപ്പൊ പെട്ടെന്ന് കയ്യിലുണ്ടായിരുന്ന ഫോൺ ആണെങ്കിൽ താഴേക്ക് വീഴുവാണ്. ഈ സമയം നായകനെ ബ്രേക്കപ്പ് ചെയ്ത നായകന്റെ കാമുകിയില്ലേ, അവൾക്കറിയാതെ കോള് പോകുന്നു. അങ്ങനെ ഇത് കാണുന്ന നായകൻ, അയ്യോ അവളെന്നെ ബ്രേക്കപ്പ് ചെയ്തല്ലേ, ഇപ്പൊ അവൾക്ക് എന്റെ ഫോണിൽ നിന്ന് ഇങ്ങനെ ഒരു കോള് പോയാ, അതും വീഡിയോ കോള് പോയാ, അവളെന്ത് വിചാരിക്കും? ഇങ്ങനെയും വിചാരിച്ച് നമ്മുടെ നായകനാണെങ്കിൽ നിലത്ത് വീണ ഫോൺ എടുത്തത് കട്ടാക്കാൻ ശ്രമിക്കുവാണ്. എന്നാൽ അതിനു മുമ്പേ അവളെ കോൾ അറ്റൻഡ് ചെയ്യുന്നു. എടാ നിന്നോട് ഞാൻ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതല്ലേ, ഇനി നമുക്ക് തമ്മിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പിന്നെ നീ എന്തിനാ എന്നെ വിളിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഈ സമയത്ത് അവളെ നായകനോട് ദേഷ്യപ്പെടുന്നു. ഫോണ് താഴെ വീണ സമയത്ത് അറിയാതെ ഡയലായി പോയതാണ്, അല്ലാതെ ഞാൻ നിന്നോട് സംസാരിക്കാൻ വേണ്ടി വിളിച്ചതല്ല എന്ന് നായകൻ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനു മുമ്പേ അവൾ കോള് കട്ട് ചെയ്യുന്നു. അങ്ങനെ നായകൻ വീണ്ടും ഡെസ്പ് ആവുന്നു. അടുത്ത സീനിൽ നമ്മുടെ നായകൻ വീട്ടിലേക്ക് റീച്ച് ആവുകയാണ്. അങ്ങനെ ഇപ്പൊ കൊണ്ടുവന്ന സ്യൂട്ട് കേസ് ഹാളിൽ കൊണ്ടുവച്ച് നല്ലോണം വിശക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് ഭക്ഷണം എടുത്ത് ടിവിയും കണ്ടോണ്ട് നായകൻ അതെല്ലാം കഴിക്കുവാണ്. ഈ സമയം നായകൻ ഹാളിൽ കൊണ്ടുവച്ചിരുന്ന ആ സ്യൂട്ട് കേസിലെ അത് മറിഞ്ഞു വീഴുന്നു. അപ്പൊ നായകൻ പെട്ടെന്ന് നോക്കുവാണ്. എന്നിട്ട് നായകൻ അത് കാര്യാക്കാതെ വിടുന്നു. ഈ സമയം എന്നെ രക്ഷിക്കുന്നു പറഞ്ഞുകൊണ്ട് നായകൻ ഒരു സൗണ്ട് കേൾക്കുവാണ്. റൂമിൽ നിന്ന് നായകന്റെ ഫ്രണ്ട് ഒച്ച ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ച് നായകൻ അവനെ വിളിക്കുന്ന സമയം ആ സൗണ്ട് വീണ്ടും കേൾക്കുവാണ്. അപ്പോഴാണ് നായകൻ മനസ്സിലാക്കുന്നത് ആ സൗണ്ട് വരുന്നത് റൂമിൽ നിന്നല്ല, ആ സ്യൂട്ട് കേസിനകത്ത് നിന്നാണെന്ന്. ഇതേ സമയം തന്നെ ആ സ്യൂട്ട് കേസ് അനങ്ങാനും തുടങ്ങുന്നു. അപ്പൊ നായകൻ മനസ്സിലാക്കുവാണ് അതിനകത്ത് ആരോ ഉണ്ടെന്ന്. എന്നാൽ ഇപ്പൊ ആ സ്യൂട്ട് കേസ് തുറന്നു നോക്കാൻ നായകനൊരു പേടി, അകത്തുള്ള ആളെ ആക്രമിക്കുകയും ചെയ്താലോ. അപ്പൊ അതൊക്കെ ആ സ്യൂട്ട് കേസ് തുറക്കുന്നു. നായകന് നല്ല പേടിയുണ്ട്. അങ്ങനെ ഇപ്പൊ അത് തുറന്നു കഴിയുമ്പോൾ അതിനകത്തെ കാഴ്ച കണ്ട് നായകനാകെ ഞെട്ടുവാണ്. അതിനകത്തൊരു വ്യക്തിനെ ഒടിച്ചു മടക്കി വെച്ചിരിക്കുന്നു. ഈ സമയം അതിനകത്തുള്ള വ്യക്തി പറയാണ്, എന്റെ തല ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, എനിക്കൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല, സോ എന്റെ തല ഒന്ന് തിരിച്ചു വെക്കാൻ. അങ്ങനെ നായകൻ ആ വ്യക്തിന്റെ തല തിരിക്കുന്നു. എന്നിട്ട് ആ വ്യക്തിയോട് ചോദിക്കുവാണ്, നീ എങ്ങനെ എന്റെ പെട്ടിക്കകത്ത് വന്നതെന്ന്. അപ്പൊ ആ വ്യക്തി പറയാണ്, ഇത് നിന്റെ സ്യൂട്ട് കേസ് അല്ല, ആക്ച്വലി നീ ഇത് മാറി എടുത്തോണ്ട് വന്നതാണ്. ഇത് കേട്ട നായകൻ, ശരി ഓക്കെ, എന്നാലും നീ എങ്ങനെ ഈ പെട്ടിക്കകത്ത് വന്നു അതിനെപ്പറ്റി പറ. അനി അതൊരു വലിയ കഥയാ, എന്നെ ഒരു മാഫിയ ടീം അന്വേഷിച്ചുകൊണ്ടിരിക്കുവാണ്, അതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് പറയാം. നീ ആദ്യം എന്നെ ഈ പെട്ടിയിൽ നിന്ന് പുറത്തിറക്ക്. ഇത് കേട്ട നായകനാണെങ്കിൽ ആകെ ഒന്ന് പേടിയാവുന്നു. മാഫിയ ടീമൊക്കെ അന്വേഷിക്കണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നക്കാരനായിരിക്കുമല്ലോ, നിങ്ങളെ പുറത്തിറക്കാൻ എനിക്ക് ശരിക്കും പേടിയാണ്. ഇത് കേട്ട വ്യക്തി പറയാണ്, ഞാൻ നിന്നെ ആക്രമിക്കൊന്നുമില്ല, എനിക്കാണെങ്കിൽ ആകെ വേദന എടുക്കുന്നു, പ്ലീസ് ദയവ് ചെയ്ത് എന്നെ ഒന്ന് പുറത്തിറക്ക്. ഇത് കേട്ട നായകൻ, അയ്യോ ഞാനില്ല, നിങ്ങളെ എവിടെ നിന്നാണോ എനിക്ക് കിട്ടിയത് അവിടെ തന്നെ ഞാൻ കൊണ്ടുവിടാൻ പോവാണെന്നും പറഞ്ഞ് ആ പെട്ടി അടയ്ക്കാൻ തുടങ്ങുന്നു. ഈ സമയം അയാളുടെ നായകനോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുവാണ്, അനിയ പ്ലീസ് റാ, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല, എനിക്കാണെങ്കിൽ ആകെ വേദന എടുക്കുന്നു, അതുകൊണ്ട് പറയാ, നീ എന്നെ ഒന്ന് പുറത്തിറക്കി വിടുവാണെങ്കിൽ ഈ നിമിഷം തന്നെ ഇവിടെ വിട്ട് ഞാൻ പൊക്കോളാം. അങ്ങനെ ഇത് കേട്ട നായകൻ ഇത് വലിയ തൊല്ലയായാലോ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ആട്ടെ ഇയാളെ പുറത്തിറക്കി വിടാമെന്ന് വിചാരിച്ച് നായകൻ അയാളുടെ കാല് പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കുന്നു. ഈ സമയം അയാൾക്ക് ആകെ വേദന എടുക്കുവാണ്. അങ്ങനെ അയാളെ കരയുന്ന സമയം അയാളുടെ വായിനകത്ത് നിന്ന് ഒരു ഗോൾഡ് കോയിൻ പുറത്തേക്ക് തീർച്ചു വരുന്നു. അങ്ങനെ ഇത് കണ്ട് നായകനാകെ ആശ്ചര്യപ്പെട്ട് അയാളോട് കാര്യം ചോദിക്കുന്നു, എടാ അനിയ, ഇതാണ് എന്റെ പ്രശ്നം, എനിക്ക് വേദന എടുത്താ ഞാൻ കരഞ്ഞ എന്റെ വായിനകത്ത് നിന്ന് ഇതുവരെ ഗോൾഡ് കോയിൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അതുകൊണ്ടാണ് എന്നെ വലിയൊരു മാഫിയാക്കി അങ്ങ് എന്നെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുവാണെന്ന് ഞാൻ പറഞ്ഞത്. നീ എന്നെ പെട്ടിക്കകത്ത് നിന്ന് സേവ് ചെയ്യുവാണെങ്കിൽ നിനക്ക് എത്ര സ്വർണ്ണ കോയിൻ വേണമെങ്കിലും ഞാൻ തരാം. അങ്ങനെ ഇതെല്ലാം കേട്ട നായകനാണെങ്കിൽ ആ സ്വർണ്ണ കോയിനിലേക്ക് അങ്ങനെ നോക്കിയിരിക്കുവാണ്. അപ്പൊ ആ വ്യക്തി പറയുവാണ്, നീ ഇപ്പൊ ആലോചിക്കുന്നത് എന്താണെന്ന് ഞാൻ പറയട്ടെ, ഇത് യഥാർത്ഥ സ്വർണ്ണ കോയിൻ തന്നെയാണോന്നല്ലേ, അത് റിയലാണ്, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീ അത് കൊണ്ടേ ചെക്ക് ചെയ്ത് നോക്ക്, എന്നിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നീ എന്നെ സേവ് ചെയ്താൽ മതി. ഇങ്ങനെയാണ് പറയുന്ന സമയം ശരി ഓക്കെ എന്നും പറഞ്ഞ നായകൻ ആ സ്യൂട്ട് കേസ് അടയ്ക്കുന്നു. എന്നിട്ട് ആ ഗോൾഡ് കോയിനുമായിട്ട് അവന്റെ ബെഡിലേക്ക് പോയി അവിടെ കിടന്നവൻ അതിനെ പറ്റി കുറെ നേരം ആലോചിക്കുവാണ്. കുറച്ചേരം കഴിയുമ്പോൾ ക്ഷീണം കൊണ്ട്
അവനാണെങ്കിൽ ഉറങ്ങിപ്പോകുന്നു. കുറച്ചേരം കഴിഞ്ഞ് നായകൻ ഒരു സ്വപ്നം കാണുവാണ്. രാത്രി സമയത്ത് നായകന്റെ വീട്ടിലേക്ക് കോട്ട് സ്യൂട്ട് എല്ലാം ധരിച്ച 3 ആൾക്കാർ വന്ന് ആ സ്യൂട്ട് കേസിലേക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യുന്നത്. അടുത്ത ദിവസം രാവിലെ നായകൻ എഴുന്നേക്കുവാണ്. ഇന്നലെ കണ്ട സ്വപ്നം നായകന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പെട്ടി കിട്ടിയതായിട്ടും ആ പെട്ടിയിലുള്ള ആളെ കൊല്ലാൻ വേണ്ടി ആ 3 പേര് വന്നതായിട്ടൊക്കെ താൻ സ്വപ്നം കണ്ടതാണല്ലേ എന്ന് വിചാരിച്ച് നായകൻ ചിരിക്കുവാണ്. എന്നാൽ ഈ സമയം അടുത്തുള്ള ടേബിളിൽ ഇന്നലെ നായകന് കിട്ടിയ ഗോൾഡ് കോയിൻ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അത് കാണുന്ന നായകന് മനസ്സിലാവുന്നു. അപ്പൊ ആ സ്യൂട്ട് കേസ് കിട്ടിയതും അയാളെ രക്ഷിക്കാൻ ശ്രമിച്ചതും വരെ ശരിയാണെന്ന്. ഇന്നലെ ആ സ്യൂട്ട് കേസിനകത്തുള്ള വ്യക്തി പറഞ്ഞായിരുന്നല്ലോ അത് യഥാർത്ഥ ഗോൾഡ് കോയിൻ ആണെന്ന് ചെക്ക് ചെയ്തോളാൻ. അങ്ങനെ ഇപ്പൊ നമ്മുടെ നായകൻ നേരെ അതും എടുത്ത് അത് അവിടെ അടുത്തൊരു ഷോപ്പ് നടത്തുന്ന വ്യക്തിനെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് അയാൾ പറയാണ് ഇത് പ്യുവർ ഗോൾഡ് കോയിൻ ആണ്, മാർക്കറ്റിൽ ഇതിന് ഒരുപാട് വില കിട്ടും. അതിരിക്കട്ടെ ഇതുവരെ പ്യുവർ ഗോൾഡ് നിനക്ക് എവിടുന്ന് കിട്ടി? ഇത് കേട്ട നായകൻ അതെനിക്കൊരു പഴയ പെട്ടിക്കകത്ത് നിന്ന് കിട്ടിയതാണെന്ന് പറയുന്നു. ശരി, ഈ ഗോൾഡ് കോയിൻ ഞാൻ എടുത്തോളാം, നല്ലൊരു എമൗണ്ടും നിനക്ക് തരാം. ഇനി ഇതുപോലത്തെ ഗോൾഡ് കോയിൻ ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് കൊണ്ടുവന്നാൽ മതി, ഞാൻ എടുത്തോളാന്നും പറഞ്ഞ് ആ ഗോൾഡ് കോയിന് അയാൾ നല്ലൊരു തുക കൊടുത്ത് നായകനെ വിടുന്നു. അടുത്ത സീനിൽ ഈ കാര്യങ്ങളെല്ലാം നായകൻ അവന്റെ ഫ്രണ്ട് അലക്സിനെ കണ്ട് പറയുകയാണ്. ആക്ച്വലി നായകന്റെ ആ വീട്ടില് ഇവരൊരുമിച്ചായിരുന്നു താമസം. ഇന്നലെ സംഭവങ്ങൾ നടക്കുമ്പോൾ അലക്സ് വീട്ടിലില്ലായിരുന്നു. ഇപ്പൊ നായകൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തപ്പം അവനാണെങ്കിൽ ഒരു വിശ്വാസവും വരുന്നില്ല. ഞാൻ പറയുന്ന വിശ്വാസമായില്ലെങ്കിൽ നീ എന്റെ കൂടെ വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം, ഞാൻ നിന്നെ അത് കാട്ടിത്തരാന്നൊക്കെ അവൻ പറയുമ്പോൾ അലക്സ് അങ്ങനെ നായകന്റെ കൂടെ വീട്ടിലേക്ക് എത്തുന്നു. അവരങ്ങനെ വീട്ടിലേക്ക് റീച്ച് ആവുന്ന അതേ സമയം തന്നെ നായകന്റെ കാമുകിയില്ലേ അവളാകെ ഭയപ്പെട്ട് പുറത്തേക്ക് ഓടി വരുന്നതാണ് ഇവർ കാണുന്നത്. അങ്ങനെ ഇപ്പൊ നായകൻ അവളോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ എന്റെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി ഈ വീട്ടിലേക്ക് വന്നതാണ്, നീ അകത്തൊരു വ്യക്തിനെ കൊന്ന് സ്യൂട്ട് കേസിനകത്ത് അടച്ചു വെച്ചിരിക്കുന്നതിന്റെ കാഴ്ച ഞാൻ കണ്ടു, നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് ഈ സമയത്ത് അവൾ നായകനോട് ചോദിക്കുവാണ്. ഇത് കേട്ട സമയത്ത് അലക്സിന് കാര്യങ്ങൾ മനസ്സിലാവുന്നു. അതായത് നായകൻ പറഞ്ഞതെല്ലാം ശരിയാണെന്ന്. അങ്ങനെ വ്യക്തിനെ നോക്കാൻ വേണ്ടി അലക്സ് അങ്ങനെ പെട്ടെന്നകത്തേക്ക് കയറി പോകുന്നു. പുറകെ നായകനും നായികയും കൂടി ചെല്ലുന്നു. അങ്ങനെ അവർ ആ സ്യൂട്ട് കേസിനകത്തുണ്ടായിരുന്ന വ്യക്തിനെ അങ്ങനെ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് അയാളെ തലതിരിച്ച് ആരെങ്കിലും എന്നെ സേവ് ചെയ്യുന്നു പറയുന്നു. ഈ ഒരു കാഴ്ച കണ്ട് അവരെല്ലാവരും ഒരുപാട് ഞെട്ടുവാണ്. അയാൾക്ക് ജീവനില്ലാന്നായിരുന്നു ഇവര് വിചാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇപ്പൊ നായകൻ അലക്സിനെ നോക്കി ഇപ്പൊ നിനക്ക് വിശ്വാസം വന്നില്ലേ ചോദിക്കുന്നു. അതിനുശേഷം നായകനാണെങ്കിൽ അയാളെ സേവ് ചെയ്യാന്ന് വിചാരിച്ച് അയാളുടെ കാല് പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കുന്നു. ഈ സമയം നായികയെ ഹെൽപ്പ് ചെയ്യുവാണ്. ഈ സമയത്തും അയാൾക്ക് വേദന എടുക്കുന്നുണ്ട്. അങ്ങനെ അയാൾ വേദനയോട് കരയുന്ന സമയം വീണ്ടും അയാളുടെ വായിക്കകത്ത് നിന്ന് അതുപോലെ ഗോൾഡ് കോയിൻ തെറിച്ച് വീഴുന്നു. അങ്ങനെ വീണ്ടും ഫോഴ്സ് എടുത്ത് അയാളുടെ കാല് വലിക്കുന്ന സമയം വീണ്ടും വേദന വന്ന് അങ്ങനെ അയാൾ വീണ്ടും കരയുന്നു. അങ്ങനെ അയാളുടെ വായിക്കകത്ത് നിന്ന് വീണ്ടും ഗോൾഡ് കോയിൻസ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കാണുന്ന അലക്സ് ആണെങ്കിൽ ആകാന്തം വിട്ടു നിൽക്കുവാണ്. ഇപ്പോഴാണ് നായകൻ പറഞ്ഞത് പൂർണ്ണമായിട്ട് ശരിയാണെന്ന് അവന് മനസ്സിലായത്. അങ്ങനെ അലക്സ് നായകനെ വിളിച്ച് മാറ്റി നിർത്തി അവനോട് പറയുവാണ്, എടാ നീ പറഞ്ഞെല്ലാം ശരിയാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. എടാ നമുക്ക് കിട്ടിയ ഭാഗ്യമാണ് ഇയാള്. നമുക്ക് ഇയാളെ വെച്ച് ഇതുപോലെ കുറെ സ്വർണ്ണ കോയിൻസ് ഉണ്ടാക്കാം. അത് വിറ്റ് ഇനിയുള്ള കാലം സുഖമായിട്ട് ജീവിക്കാം, ഒരു പണിക്കും പോകണ്ട. അവര് സംസാരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ഇതേ സമയത്ത് ആ പെട്ടിക്കകത്തുണ്ടായിരുന്ന വ്യക്തിയും കേൾക്കുവാണ്. അങ്ങനെ അയാൾ പറയാണ്, അത് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്നെ പുറത്തിറക്കി വിട്, നിങ്ങൾക്ക് എത്ര സ്വർണ്ണ കോയിൻസ് വേണമെങ്കിലും ഞാൻ തരാം. ഇത് കേട്ട് അലക്സ് ഒന്നിച്ചിരിക്കുന്നു. കേട്ടില്ലേ അയാൾ പറഞ്ഞത്? അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. ഈ കാര്യം നമ്മൾ 3 പേര് മാത്രം അറിഞ്ഞാൽ മതി. കിട്ടുന്നത് നമുക്ക് 3 ആയിട്ട് ഷെയർ ചെയ്യാം. ഇനിയുള്ള കാലം ഒരു കഷ്ടപ്പാടും ഇല്ലാതെ അടിച്ചു പൊളിച്ച് നമുക്ക് ജീവിക്കാം. പക്ഷെ സ്വർണ്ണ കോയിൻസ് എല്ലാം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അയാളെ ഹെൽപ്പ് ചെയ്തിട്ടല്ല. അയാൾക്ക് വേദന ഉണ്ടായ അയാളുടെ വായിക്കകത്ത് നിന്ന് സ്വർണ്ണ കോയിൻസ് അങ്ങനെ വരുമല്ലോ. സോ നമുക്ക് അയാളെ ഇവിടെ ഇട്ട് മാക്സിമം ടോർച്ചർ ചെയ്യാം. അങ്ങനെ മാക്സിമം ഉണ്ടാക്കാൻ പറ്റുന്നത് നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ ഇത് കേൾക്കുന്ന സമയത്ത് ആ പെട്ടിക്കകത്തുണ്ടായിരുന്ന വ്യക്തി, നിങ്ങൾ എന്തായി പറയുന്നത്, പ്ലീസ് അങ്ങനെ ചെയ്യല്ലേ എന്നൊക്കെ പറയുന്നു. ഇത് കേട്ട നായകനും, എടാ അങ്ങനെ വേണ്ട, ഒന്നുമില്ലേലും അയാൾ ഒരു മനുഷ്യനല്ലേ, അയാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാന്നും പറഞ്ഞല്ലോ, അതുകൊണ്ട് നമുക്ക് അയാളെ പുറത്തിറക്കി വിടാം. അയാൾ എത്ര തരാൻ ആഗ്രഹിക്കുന്നു അത്ര നമുക്ക് തരട്ടെ. ഇങ്ങനെയും പറഞ്ഞ് അലക്സിനെ തടയാൻ ശ്രമിക്കുന്നു. എന്നാൽ അലക്സ് ആണെങ്കിൽ അതിനൊന്നും ചെവി കൊടുക്കുന്നില്ല. കളി ഞാനിപ്പോ കാട്ടിത്തരാന്നും പറഞ്ഞ് അലക്സ് ഇപ്പൊ ആ സൂട്ട് കേസ് അടയ്ക്കുന്നു. എന്നിട്ട് അത് എടുത്തുകൊണ്ടേ സ്റ്റേറിന്റെ അവിടെ വെച്ച് താഴേക്ക് തള്ളി വിടുന്നു. അങ്ങനെ ആ സൂട്ട് കേസ് ഉരുണ്ട് താഴെ പോയി വീഴുവാണ്. ഈ സമയം ആ പെട്ടിക്കകത്തുണ്ടായിരുന്ന വ്യക്തിക്ക് ഒരുപാട് വേദന എടുക്കുമല്ലോ. അങ്ങനെ വേദന എടുത്തതിന്റെ ഫലമായിട്ട് അതിനകത്ത് നിന്ന് ഒരുപാട് സ്വർണ്ണ കോയിൻസ് താഴെ വീഴുവാണ്. അങ്ങനെ ഇത് കണ്ട് നായകനും നായിക ആകെ അന്തം വിട്ട് നിൽക്കുന്ന സമയം അലക്സ് അവരോട് പറയുവാണ്, കണ്ടില്ലേ, ദിവസം ഇതുപോലെ 10 തവണ ചെയ്താ മിനിമം ഒരു 10,000 സ്വർണ്ണ കോയിൻസ് എങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഇനി പറ അയാളെ സേവ് ചെയ്യണോ ടോർച്ചർ ചെയ്യണോന്ന്. അങ്ങനെ അലക്സിന്റെ ഈ ചോദ്യം കേട്ട് നായികയാണെങ്കിൽ അലക്സിന്റെ അഭിപ്രായത്തിനോട് യോജിക്കുന്നു. ഈ സമയം നായകനാണെങ്കിലും മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും അലക്സിനോടൊപ്പം നിൽക്കുവാണ്. അലക്സ് പറഞ്ഞ പോലെ 2-3 ദിവസം ടോർച്ചർ ചെയ്തിട്ട് അയാളെ റിലീസ് ആക്കാതൊക്കെയാണ് നായകൻ വിചാരിക്കുന്നത്. അങ്ങനെ അന്ന് മുതൽ 2-3 ദിവസത്തേക്ക് അവര് 3 പേരും കൂടി അയാളെ എങ്ങനെയൊക്കെ ടോർച്ചർ ചെയ്യാൻ കഴിയുമോ അങ്ങനെയൊക്കെ ടോർച്ചർ ചെയ്യുവാണ്. കൈയിന്റെ വിരല് എലിക്കത്രിയന്റെ ഇടയ്ക്ക് വെച്ച് അടക്കല്, ആ വ്യക്തിന്റെ പല്ല് പറിച്ചെടുക്കല്, ഹീൽസ് വെച്ച് ആ പെട്ടിക്ക് ചവിട്ടി അയാളെ വേദന എടുപ്പിക്കല്, അതുപോലെ എന്തൊക്കെയോ മിഷൻസ് യൂസ് ചെയ്തിട്ട് അത്തരത്തിലൊക്കെ അയാളെ മാക്സിമം ടോർച്ചർ ചെയ്തോണ്ടിരിക്കുകയാണ് ഇവര്. അങ്ങനെ ഒരുപാട് ഗോൾഡ് കോയിൻസ് ഉണ്ടാക്കി അത് വിറ്റ് അവര് നല്ല പൈസ ഉണ്ടാക്കുന്നു. അങ്ങനെ അവരവരുടെ കടവും കഷ്ടപ്പാടെല്ലാം തീർത്ത് മൊത്തം ഒന്ന് സെറ്റിലായി വരുവാണ്. ഇതേ സമയം തന്നെ നായകനുമായിട്ട് ബ്രേക്കപ്പ് ആയ നായികയാണെങ്കിൽ അലക്സുമായിട്ട് സെറ്റ് ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഒരു ദിവസം ആ വീട്ടിലെ ഫിസിക്കലായിട്ട് ഒന്നിക്കുവാണ്. ആ സമയത്താണ് നായകൻ അവിടേക്ക് വരുന്നത്. നായകന് അറിയണ്ടെന്ന് വിചാരിച്ച് ഈ സമയത്ത് അലക്സ് ആണെങ്കിൽ മറ്റൊരു റൂമിൽ പോയി വിളിക്കുന്നു. അങ്ങനെ അവിടുന്ന് 2 ദിവസം കൂടെ കഴിഞ്ഞു പോവാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അലക്സ് ആണെങ്കിൽ ഒരുപാട് സ്വർണ്ണ കോയിൻസ് കിട്ടാനുള്ള മറ്റൊരു പരിപാടി ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് നായികനെ അവിടേക്ക് വിളിച്ചു വരുത്തി അവർ മുന്നിൽ വെച്ച് ആ വിദ്യ കാട്ടി കൊടുക്കുവാണ്. അതെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ പെട്ടിക്കകത്തുള്ള വ്യക്തിനെ കരണ്ട് അടുപ്പിച്ച് അയാളുടെ വായിലൂടെ ഒരുപാട് സ്വർണ്ണ കോയിൻസ് ഇങ്ങനെ മഴ പോലെ അലക്സ് വരുത്തുവാണ്. ഈ സമയം അയാൾ കരയെന്ന് കണ്ടിട്ട് നമ്മുടെ നായകൻ സഹിക്കുന്നില്ല. എന്തൊക്കെയാണെങ്കിലും അയാൾ ഒരു മനുഷ്യനല്ലേ. അങ്ങനെ നായകൻ അലക്സിനെ തടയുവാണ്. ഈ സമയം അലക്സ് നായകനോട് ദേഷ്യപ്പെടുന്നു. എടാ, കയ്യിൽ വന്ന സൗഭാഗ്യം ഇങ്ങനെ തട്ടിത്തെറിപ്പിക്കരുത്. ഇയാളെ ടോർച്ചർ ചെയ്തിട്ടാണെങ്കിലും കൊന്നിട്ടാണെങ്കിലും ശരി, മാക്സിമം ഉണ്ടാക്കാൻ പറ്റുന്നത് നമുക്ക് ഉണ്ടാക്കണം. ഇത് കേട്ട നായകൻ ഞാൻ അതിന് സമ്മതിക്കില്ല
സമ്മതിക്കില്ല എന്ന് പറയുന്നു. നിന്റെ സമ്മതം ആർക്ക് വേണം? ഞാനെന്തായാലും ഇത് ചെയ്യാൻ പോവുക. ഇങ്ങനെ അലക്സ് പറയുന്ന സമയം നായിക അലക്സിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇല്ലേലും ഇവനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവനെ ബ്രേക്കപ്പ് ചെയ്തത്. അലക്സ് നീ വീണ്ടും കരണ്ട് കൊടുക്കാൻ നോക്ക്, ഇവന് വേണ്ടെങ്കിൽ വേണ്ട, ഇനി ഉണ്ടാക്കുന്ന സ്വർണ്ണ കോയിൻസ് നമുക്ക് എടുക്കാം. അങ്ങനെ അവളും കൂടി ഇങ്ങനെ പറയുന്ന സമയം നായകൻ അവളോട് ചോദിക്കുവാണ്, നിനക്കൊക്കെ മനസാക്ഷിയുണ്ടോ എന്ന്. അതൊട്ടുമില്ലാന്ന് നായിക പറയുന്ന സമയം ഞാൻ ഈ കാര്യം പോലീസിനെ അറിയിക്കാൻ പോവാ, നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞ് നായകൻ അവന്റെ ഫോൺ എടുക്കാൻ വേണ്ടി ചെല്ലുന്നു. അപ്പോഴേക്കും നമ്മുടെ നായികയാണെങ്കിൽ ഒരു ചിറ്റിക എടുത്ത് നീ ആരെയും വിളിക്കില്ല എന്നും പറഞ്ഞ് ആദ്യം തന്നെ ആ ഫോൺ അടിച്ചുടയ്ക്കുന്നു. ഈ സമയം ഇത് കണ്ട് നായകൻ നീ എന്ത് ചെയ്തേന്ന് ചോദിക്കുമ്പോൾ മറ്റൊന്നും നോക്കാതെ അവൾ അവന്റെ തലയ്ക്ക് മേടിക്കുന്നു. അങ്ങനെ തലപൊട്ടി ചോരയും വന്ന് നായകൻ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഓടുവാണ്. അങ്ങനെ ഓടി പോകുന്ന സമയം സ്റ്റേറിൽ നിന്ന് നായകൻ കാല് വഴി താഴേക്ക് വീഴുന്നു. അങ്ങനെ നായകൻ അൺകോൺഷ്യസ് ആവുകയാണ്. അങ്ങനെ ഇത് കണ്ട അലക്സ് നീ എന്തിനാ അവനോട് അങ്ങനെ ചെയ്തേന്ന് ചോദിക്കുമ്പോൾ അവൻ ചാവുന്നെങ്കിൽ ചാവട്ടെ, നമുക്ക് നമ്മൾ പ്ലാൻ ചെയ്ത ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്നും പറഞ്ഞ് അവര് വീണ്ടും ആ വ്യക്തിനെ കരണ്ട് അടിപ്പിക്കാൻ തുടങ്ങുന്നു. ഈ സമയം വ്യക്തിയാണെങ്കിൽ വലിയ ശബ്ദത്തിൽ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങുവാണ്. ഇതേ സമയം തന്നെ അയാളുടെ കണ്ണെല്ലാം ഒരു യെല്ലോ കളറായി മാറുന്നു. അങ്ങനെ ഇത് കണ്ട് അവരാകെ ഭയന്ന് നിൽക്കുന്ന സമയത്ത് ആ വ്യക്തി പറയുവാണ്, ഉണ്ടാക്കുന്ന പണം വെച്ച് നിങ്ങൾ സൂചിച്ച് ജീവിക്കാന്ന് വിചാരിക്കേണ്ട, നിങ്ങളെ രണ്ടുപേരും ഞാനിപ്പം പരലോകത്തേക്ക് പറഞ്ഞു വിടാൻ പോവുകയാണ്. എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന അവരാണെങ്കിൽ അതൊന്നും വലിയ കാര്യമാക്കാതെ വോൾട്ടേജ് അങ്ങ് കൂട്ടുവാണ്. അപ്പോഴേക്കും ആ പെട്ടിക്കകത്തുള്ള വ്യക്തി ഒരു ഭൂതത്തിന്റെ രൂപത്തിലായി ഒരു പുക പോലെ പുറത്തേക്ക് വരുന്നു. ഇത് കണ്ട് അവർ രണ്ടുപേരും ഒരുപാട് ഞെട്ടുവാണ്. ഈ സമയത്ത് ആ ഭൂതം പറയുന്നത് എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങളുള്ള നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. എന്നാൽ അത്യാഗ്രഹം പിടിച്ച നിങ്ങൾ ആ കാര്യം മിസ്യൂസ് ചെയ്തു. അതിനിപ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ ശിക്ഷ തരാൻ പോവാണെന്ന് ആ ഭൂതം പറയുന്ന അതേ സമയം തന്നെ അവിടേക്ക് 2 സ്യൂട്ട് കേസ് വന്ന് വീഴുന്നു. ഈ സമയം വലിയൊരു സൗണ്ടോട് കൂടി ആ സീൻ അങ്ങനെ അവിടെ കട്ടാക്കുന്നു. അടുത്ത സീനിൽ സ്റ്റെയറിൽ നിന്ന് വീണ് അൺകോൺഷ്യസ് ആയി പോയ നമ്മുടെ നായകനാണെങ്കിൽ ഇപ്പൊ ആശുപത്രിയിൽ കണ്ണു തുറക്കുവാണ്. ഈ സമയം നായകനവിടെ ആരോ ഒരു നോട്ടും കുറെ പൂക്കളും കൊണ്ടുവച്ചിട്ടുണ്ട്. അത്യാഗ്രഹം പിടിച്ചവരുടെ കൂട്ടത്തില് കുറച്ചെങ്കിലും മനസാക്ഷിയുള്ളത് നീയായിരുന്നു. നീ നിന്റെ ജീവൻ പണയം വെച്ചും പെട്ടിക്കകത്തുണ്ടായിരുന്ന എന്നെ സേവ് ചെയ്യാൻ നോക്കി. ഇപ്പൊ ഞാൻ നിന്റെ കൂടെ ഇല്ലെങ്കിലും നിനക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നീ മനസ്സിലാഗ്രഹിച്ചാൽ ഞാൻ നിന്റെ അടുത്തേക്ക് എത്തും. ഇങ്ങനെയും പറഞ്ഞുണ്ടായിരുന്നു ആ നോട്ട്. ഇത് കാണുന്ന നായകന് മനസ്സിലാവുന്നു ഇതാ പെട്ടിക്കകത്തുണ്ടായിരുന്ന വ്യക്തി കൊണ്ട് വെച്ചതാണെന്ന്. അങ്ങനെ ആ സീനോടെ കട്ടായി അടുത്ത സീനിൽ ഒരു എയർപോർട്ട് കാണിക്കുന്നു. അവിടെ ഇപ്പൊ ബാഗേജ് എല്ലാം ചെക്കിംഗ് കഴിഞ്ഞ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവിടേക്ക് ഒരു മൊട്ടത്തലയും വരുന്നു. ഈ വ്യക്തി ആരാണെന്ന് അറിയാവോ? അതെ, ആ സ്യൂട്ട് കേസിൽ അന്നുണ്ടായിരുന്ന ആ വ്യക്തിയായിരുന്നു ഇത്. ഈ സമയം അവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥ ആ വ്യക്തിനെ കണ്ട് വരൂ സാർ, എങ്ങനെയുണ്ടായിരുന്നു സാറിന്റെ ബിസിനസ് യാത്ര എന്നൊക്കെ ചോദിക്കുന്നു. അതൊക്കെ ഞാൻ വിചാരിച്ചതിനേക്കാൾ അടിപൊളിയായിരുന്നു. ഈ സമയത്ത് ആ വ്യക്തി ആ ലേഡിക്ക് മറുപടി കൊടുക്കുന്നു. ഈ സമയം ലേഡി അടുത്ത ട്രിപ്പ് എന്നായിരിക്കും ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാവുമെന്നും പറഞ്ഞ് അയാളുടെ 2 സ്യൂട്ട് കേസിലേക്ക് ഒന്ന് നോക്കുവാണ്. ഈ സ്യൂട്ട് കേസിൽ ആരായിരിക്കും എന്ന് നമുക്ക് ഈ സമയത്ത് മനസ്സിലാവുന്നുണ്ട്. അതെ, അത്യാഗ്രഹികളായ നായിക അലക്സുമാണ്. അങ്ങനെ 2 സ്യൂട്ട് കേസും ഒരു ക്ലോസ് ഷോട്ട് ആക്കി കാണിച്ചുകൊണ്ടാണ് ഈ മൂവി എൻഡ് ചെയ്യുന്നത്. അപ്പൊ കൂട്ടുകാർ എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? വളരെ നല്ലൊരു മൂവി ആയിട്ട് എനിക്കിത് ഫീൽ ചെയ്തു. വളരെ നിഗൂഢത നിറഞ്ഞ ഒരു എൻഡിങ് ആയി പോയി ഇതിന്. എനിവേ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റ ബൈ ബൈ.